അങ്ങനെ മെഡിക്കലും റിസൾട്ട് എല്ലാം കിട്ടിയപ്പോൾ അതിൽ ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറിൻ്റെ ഒരു വീട്ടിലേക്ക് വന്നിക്കുകയാണ്. ഐഷുവിനാണെങ്കിൽ ഇവിടുത്തെ പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മൾ കൂടുതൽ പുറത്തൊന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട് നിന്നില്ല. കാരണം ഇപ്പം തന്നെ ഡിലേ ആയി. നമുക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ചെക്ക് പോസ്റ്റ് കടക്കണം എന്നുള്ളൊരു എയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇറങ്ങണം എന്ന് വിചാരിച്ചെങ്കിലും ശനിയാഴ്ച ആയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭയങ്കര റഷായിരുന്നു. പാർക്കിംഗ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടാനില്ല കേട്ടോ. എങ്ങനെയാണോ ഇവിടുത്തെ ആളുകളൊക്കെ ഷോപ്പ് ചെയ്യുന്നത്? കാരണം എവിടെയും പാർക്കിംഗ് എന്ന് പറയുന്ന സംവിധാനം അത്ര ഇല്ല. അവിടുത്തെ പാലസ് എല്ലാം കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നല്ലൊരു നമ്മൾ ഈ ഫിലിമിൽ ഇംഗ്ലീഷ് ഫിലിമിലും ഇംഗ്ലണ്ടിലൊക്കെ കാണൂലേ, അതുപോലത്തെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ട്രക്ചേഴ്സാണ് കേട്ടോ അവരുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ മെട്രോ ഇങ്ങനെ കണ്ടു കേട്ടോ. മെട്രോ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു, പക്ഷെ നമുക്ക് കയറാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഹൈവേയിലൂടെ പാസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല നല്ല വ്യൂസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇന്നലെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ രാത്രി ആയതുകൊണ്ട് ഈ വ്യൂസൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത് പോകുന്ന വഴി ഹൈവേ തന്നെ ഒരു കടയിൽ കയറി കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനൊരു സംഭവം കണ്ടു. ഇതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നു. പക്ഷെ ഞങ്ങൾ വൈക്കത് മൈസൂർ എത്തിയപ്പോഴാണ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മൈസൂർ പാലസ് കണ്ടു. ഈ ഒരു ഭംഗിയിൽ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. മഞ്ഞ ലൈറ്റും ഗോൾഡൻ കളർ ഷെയ്ഡും നല്ല ഭംഗി ഉണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഫോണിൽ അത്രയ്ക്ക് ഭംഗി തോന്നൂല. പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റാത്തോട്ട് ഞങ്ങൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമല്ലോ പോകുമ്പോൾ. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ മെഡിക്കൽ പർപ്പസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി കേട്ടോ.